ഹലോ കൂട്ടുകാരെ, കുടുംബക്കാരെ, നമ്മുടെ ക്രേസി ഫാമിലിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾ എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ പോകുന്ന എവിടേക്കെന്ന് വെച്ചാൽ മേഘാലയയിലെ തിരക്കുകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞിട്ട് ഒരുപാട് ക്രൗഡഡ് ആയിട്ടുള്ള പ്ലേസിൽ നിന്നൊക്കെ മാറി വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹിഡൻ ടെമ്പിൾ എന്ന് പറയാൻ പറ്റുന്നത് നമ്മുടെ മൺസൂൺ സമയത്ത്, മഴ സമയത്ത് ഉഗ്രരൂപിയാവുന്ന മനോഹരമായൊരു വെള്ളച്ചാട്ടം കാണാനായിട്ടാണ്. ഈ വെള്ളച്ചാട്ടം വന്നിട്ട് നമ്മുടെ ഷില്ലോങ്ങിൽ നിന്ന് ഏതാണ്ട് 55-60 കിലോമീറ്ററും ധോക്കിയിൽ നിന്നും ഏതാണ്ട് അതേ സെയിം ഡിസ്റ്റൻസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ യാത്ര ഇപ്പം ധോക്കിയിൽ നിന്ന് ആണ് ഈ വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്നത്. ഈ മനോഹരമായ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് മേഘാലയയിലെ ജോവൈ ഹിൽസുകളിലാണ്. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പേരാണ് ത്രിഷി ഫോൾസ്. പ്രൊനൗൺസിയേഷൻ തെറ്റാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. എൻ്റെ പൊന്നു കൂട്ടുകാരെ, 3 ലെയറായി വീഴുന്ന മനോഹരമായൊരു വെള്ളച്ചാട്ടം, വളരെ പീസ്ഫുൾ ആയിട്ടുള്ള വളരെ സുന്ദരിയായൊരു വെള്ളച്ചാട്ടം. ആ വെള്ളച്ചാട്ടം പോയി വീഴുന്നതോ നെൽപ്പാടങ്ങളിലേക്ക്. നെൽപ്പാടങ്ങളെന്നുള്ളൂ, നോക്കെത്താ ദൂരത്ത് നിങ്ങൾ കാണുന്നത് ഫുള്ള് നെൽപ്പാടങ്ങളാണേ. ഇനി എൻട്രി ഫീസ് വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ ഞങ്ങൾ പറയുന്നുണ്ട്, സ്കിപ്പ് ചെയ്യാതെ കാണുക. ഹായ് കൂട്ടുകാരെ, നമ്മൾതാ ത്രിഷി ഫോൾസ് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇവിടെ നിൽക്കുകയാണ് ഞങ്ങൾ രണ്ടും കൂടി. അതാ അവിടെ ഒരു വെള്ളപ്പറവ. ഹൈ, സോ നമ്മളിപ്പോൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇത് നമ്മളുടെ നാട്ടിലുള്ള പാടങ്ങൾ പോലെ തന്നെ ഇരിക്കണുണ്ട് കേട്ടോ. പാടം പൂത്ത കാലം പാടാൻ വന്നു നീയും. ഞാനിവിടെ നിന്ന് താഴെ പോയതാ. തേട്ടിതാണ് എൻ്റെ ഭർത്താവ്. ഇങ്ങനെ എവിടെയും കണ്ടിട്ടുണ്ടോ? പുള്ളി ബിസിയാണ്. നമ്മളുടെ 100 ഡേയ്സ് ഓഫ് അവർ ലൈഫിൻ്റെ ഫസ്റ്റ് വീഡിയോ ഷെഡ്യൂൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഞങ്ങൾ ഭയങ്കര മണ്ടന്മാരാണ്. കാരണം നമ്മൾ 2 ദിവസമായിട്ട് വീഡിയോസ് ഇടുന്നുണ്ടായിരുന്നു. 100 ഡേയ്സ് ഓഫ് ലൈഫ് ഇന്ന് 11 മണിക്ക് വരും, 11 മണിക്ക് വരും. പക്ഷേ എന്ത് ചെയ്തു, നമ്മളിത് ഡൗൺലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്തില്ല. അപ്ലോഡ് ചെയ്ത് ഷെഡ്യൂൾ ചെയ്യണ്ടായിരുന്നു. ഇന്നലെ രാത്രി ആയപ്പോഴത്തേക്ക് ഫുൾ നെറ്റ്വർക്ക് പോയി. ഞങ്ങൾക്ക് ഒരു രക്ഷയില്ലാത്ത അവസ്ഥയായിരുന്നു. ഒരു കട്ട പോലും ഇല്ലായിരുന്നു. അങ്ങനത്തെ സിറ്റുവേഷൻ വരുമെന്ന് ഞങ്ങൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. അത് കാരണം നമ്മളുടെ വണ്ടിയിൽ വന്നുകൊണ്ടിരുന്ന സമയത്തൊക്കെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാനൊക്കെ നോക്കിയത്. 1.5 മണിക്കൂർ കൊണ്ട് 1 മിനിറ്റിൻ്റെ വീഡിയോ ആണ്. 1.5 മണിക്കൂർ എടുത്ത് അതൊന്ന് ഡ്രൈവിലേക്ക് അപ്ലോഡ് ചെയ്യാൻ. പിന്നെ ചേട്ടൻ ഇതാ ഇപ്പം അത് ഷെഡ്യൂൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 11 മണി ആവാറായി. നല്ല വെയിലുണ്ട് കേട്ടോ, പറയാതിരിക്കാൻ. ഇവിടെ ഭയങ്കര എന്താ പറയുക, ഹ്യൂമിഡിറ്റി എന്ന് പറയാൻ പറ്റില്ല. നല്ല വെയിലാണ്. ഈ സമയത്തൊക്കെ നമ്മുടെ നാട്ടിൽ ഇത്രയും വെയിലൊന്നും കാണില്ല. പാത്തെടുക്കാൻ വേണ്ടി പോവാണ്. ഗൈസ്, ത്രിഷി ഫോൾസിലേക്ക് നമ്മളെത്തി. നമ്മൾ കാണാൻ വേണ്ടി പോവാണ്. അയാൾ പിന്നെ ഓടും. പക്ഷേ ഈ കാഴ്ചകൾ ഓരോന്നും ഞാൻ പറയാലോ, മനോഹരം എന്നല്ല പറയുന്നത്, അതിമനോഹരം എന്ന് വേണം പറയേണ്ടത്. നമുക്ക് താഴേക്ക് ട്രക്കിങ്ങിന് പോകത്തുണ്ടാണ്, നമുക്ക് സമയം ലാഭിക്കണം. കാരണം ഒരുപാട് പേര് താഴേക്ക് പോയിട്ടുണ്ട്. കാരണം വണ്ടി ഇറക്കുന്നുണ്ടോ താൻ. ഗൈസ് നോക്കൂ, ഈ പാടങ്ങളൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കും. ഇതാണ് ത്രിഷി ഫോൾസ്. നടക്ക്. ഇവർ വെള്ളം കെട്ടി നിർത്തി വെള്ളച്ചാട്ടം ആക്കിയതാണോ എന്നെനിക്ക് സംശയമുണ്ട് കേട്ടോ ഗൈസ്. ഇവിടെ അത് മര്യാദയ്ക്ക് ഒഴുകുന്നൊന്നും അറിയില്ല. അവിടെ എവിടെയും കൊണ്ട് വെച്ച് ഓരോന്നും കെട്ടി പൊക്കിയിട്ട് അതിന് വെള്ളച്ചാട്ടം ഒന്ന് പേരും. കാഴ്ചകൾ മനോഹരമാണ്. നിങ്ങൾ സൗണ്ട് കേൾക്കൂ.
ഗൈസ്, ഞാൻ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയാണ് വന്നത്. സീ ദാറ്റ് എൻ്റെ പൊന്നു കുടുംബക്കാരെ, ഞാൻ നിങ്ങളെ ഗൈസ് നോക്കി നിർത്തി. എൻ്റെ കുടുംബക്കാരെ, നിങ്ങളിത് കണ്ടു നോക്കിയേ, ഈ കാഴ്ചകൾ കണ്ടു നോക്കിയേ. ഇതാ ഞാൻ വൈഡ് ഇട്ട് തരാം, നിങ്ങൾ നോക്കിക്കോ. ആ, നമ്മുടെ നാട്ടിൽ അന്യം നിന്ന് പോയതാണ്. ഇവർ ചോറ് കഴിക്കുക മാത്രമല്ല, ഇവർ ചോറ് ഉണ്ടാക്കുന്നുണ്ട്, അരി ഉണ്ടാക്കുന്നുണ്ട്. എൻ്റെ പൊന്നു കുടുംബക്കാരെ, വീട്ടിൽ ശനിയും ഞായറും ഒക്കെ രണ്ടെണ്ണം അടിച്ച് കിടന്ന് ഉറങ്ങാതെ, അല്ലെങ്കിൽ അയൽക്കൂട്ടത്തിനെ പോകാതെ വന്ന് കാണതൊക്കെ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണുന്നുണ്ട്, ഞങ്ങൾ കാണുന്നുണ്ട്. ദിസ് ഈസ് സംതിങ് ഓസം ഡ്യൂഡ്. അതെ, ഭയങ്കര രസമുണ്ട്. ഭയങ്കര രസം, ഒരു രക്ഷയില്ല. ഗൈസ്, നോ കമൻസ്, നത്തിങ്, ഇറ്റ്സ് ഓസം. കുടുംബക്കാരെ, നിങ്ങൾ ഈ കാഴ്ചകൾ കാണുന്നില്ലയോ? അടാ, എനിക്ക് ഒറ്റയ്ക്കുള്ള ഒരൊറ്റ ഫോട്ടോ പോലും കിട്ടത്തില്ല ഇവിടെ, സമ്മതിക്കില്ല. നമ്മൾ സെൽഫി ഡേഞ്ചർ. താഴേക്ക് പോകുന്നു നമ്മൾ. സൂക്ഷിക്കണേ, താഴേക്ക് ഇറങ്ങുന്നുണ്ടോ? സൂക്ഷിച്ചേ. ഇവിടെ അവിടെ ഹാൻഡ് റെയിൽസ് ഉണ്ടല്ലോ, ഹാൻഡ് റെയിൽസ് ഒന്നുമില്ല. ഇച്ചിരി ഡേഞ്ചർ അവിടെ, കാരണം ഇവിടെ കൈപിടികളോ ഒന്നുമില്ല. നമുക്ക് ആ വ്യൂസ് കിട്ടുന്നുണ്ട്. ഇന്നലെ എനിക്ക് തോന്നുന്നു ഇതിപ്പം മിസ്സായിരുന്നെങ്കിൽ നഷ്ടം വന്നനായിരുന്നു. അങ്ങോട്ടേക്ക് വരുന്ന പ്രത്യേകിച്ച് ഗൈസ്, എനിക്ക് ഹൈറ്റ് പെട്ടുള്ള മനുഷ്യനാണ്, ഉള്ള കാര്യം പറയാമല്ലോ. എനിക്ക് താഴേക്ക് നോക്കുന്നവർ തല കറങ്ങുക. വാവ്, നിങ്ങൾ കണ്ടു ആ കാഴ്ചകൾ? ഇത് അപകടം പിടിച്ച വെള്ളച്ചാട്ടം. കാരണം ബോധമില്ലാതെ അങ്ങനെ ചെന്ന് ഇറങ്ങി കൊടുത്തു കഴിഞ്ഞാൽ, എൻ്റെ പൊന്നു കുടുംബക്കാരെ, നമ്മൾ ഒരുപാട് മേളിലാണ് നിൽക്കുന്നത്. ഒരുപാട് മൗണ്ടനിൽ നമ്മൾ കയറിയിട്ടുണ്ട്. കുറച്ചൊരു താഴേക്ക് പോയി നോക്കുക. ചൂട് നന്നാടാ. നിങ്ങൾ കാണുന്നുണ്ടോ ആ വെള്ളം? എന്തോരം താഴേക്കാണ് പോകുന്നു. ശകലം കൂടി പോവുക. നിങ്ങൾക്ക് അഗ്രസീവ്നെസ് മനസ്സിലാക്കാനായിട്ട് ഞാൻ കാണിക്കുന്നത്. നിങ്ങൾ കാണുന്നുണ്ടോ വൈൽഡ്നെസ്? അതിൽ ഞാനൊരു ജസ്റ്റ് ഒരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി വന്ന മനുഷ്യൻ മാത്രം ഞങ്ങളോ. എൻ്റെ പൊന്നു കുടുംബക്കാരെ, ഇവിടെ ഇത് താഴേക്ക് അങ്ങ് എൻ്റെയിലേക്ക് പോകണമെങ്കിൽ പോകാനുള്ള ആൾക്കാർക്കാണ് കേട്ടോ. നമുക്ക് എൻ്റെയിലേക്ക് അങ്ങ് താഴെ പോകുന്നുണ്ടോ? വേണ്ടല്ലോ, താഴെ അവിടെ നമുക്ക് താഴേക്ക് ഇത്രയും സ്റ്റെപ്പ് താഴേക്ക് ഇറങ്ങി നമുക്ക് പോകാം. വാട്ടർഫോൾ മെയിൻ വരുന്നത് അവിടെയാണ്. സത്യത്തിൽ ട്രിച്ചി ഫോൾ കഴിഞ്ഞാൽ എനിക്ക് ഒരു ഫോൾ അല്ല കേട്ടോ. അതാണ്ട് നിങ്ങൾ കാണുന്നുണ്ട്, കാരണം ഈ മുകളിൽ നിന്ന് ഇങ്ങനെ മുകളിൽ നിന്ന് വന്ന് നമ്മൾ കണ്ട കാഴ്ചകൾ ഇത് തിരിച്ച് താഴേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. ഇത് അത്യാവശ്യം നല്ല ഹൈറ്റിലാണ്. ഇവിടെ ഷൂട്ടണമെന്ന് എന്നോട് അയാൾ ചോദിച്ചായിരുന്നു. ഷൂട്ട് നന്നായി. ഇത് വഴുക്കലിനും മറ്റൊക്കെ ചാൻസസ് കൂടുതലാണ്. ഈ ക്ലൈമറ്റിലില്ല, പക്ഷേ അല്ലാണ്ട് ചാൻസസ് കൂടുതലാണെന്നാണ്. ചില സ്ഥലങ്ങൾ നമുക്ക് കാണാൻ മാത്രമല്ല എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വേണ്ടിയിട്ടാണ്. ചില സ്ഥലങ്ങൾ നമുക്ക് ഗൂഗിൾ മാപ്പുകളിൽ കാണിക്കത്തില്ല. ഒരുപാട് പേര് വരുന്ന സ്ഥലമായിരിക്കത്തില്ല. നിങ്ങൾ കണ്ടില്ലായോ ഈ വീഡിയോയിൽ നമ്മുടെ സ്റ്റാർട്ടിങ്ങിലും ഇതിന് മുന്നെയൊക്കെ എന്താ സംഭവം? ഒരുപാട് പേര് വരുന്ന വെള്ളച്ചാട്ടമല്ല. വളരെ വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഒരുപാട് പേര് വന്ന് കച്ചറാക്കിയിട്ടൊന്നുമില്ല വെള്ളച്ചാട്ടം. പക്ഷേ ഈ വെള്ളച്ചാട്ടം വന്നിട്ട് ഇങ്ങനെയുള്ള ചില സ്ഥലങ്ങളിൽ വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ, നമ്മുടെ മനസ്സിന് കുളിർമ കൊടുക്കുവാൻ, മനസ്സിലൊരു തണുപ്പും സന്തോഷവും സമാധാനവും സ്ട്രെസ്സിൽ നിന്ന് സ്ട്രെയിനിൽ നിന്നൊക്കെ മാറി വന്ന് വളരെ ആ ഒരു വൗ ഫാക്ടർ, അല്ലെങ്കിൽ നല്ലൊരു പ്രകൃതിയുടെ പച്ചപ്പ്, അല്ലെങ്കിൽ ആ ഒരു ഫ്രഷ് എയർ ബ്രീത്ത് ചെയ്യാൻ വരുന്ന ആണ് ചില സ്ഥലങ്ങളിലേക്ക് നമ്മൾ വരുന്നത്. അങ്ങനെ ഒരു സ്ഥലമാണ് ഈ വെള്ളച്ചാട്ടം, അല്ലെങ്കിൽ തൃശ്ശി ഫോൾസ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വെള്ളച്ചാട്ടം ഇഷ്ടപ്പെട്ടു എന്ന് കരുതണം. മറ്റൊരു മനോഹരമായ ഒരു വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും ബൈ. ഒത്തിരി സമയമൊന്നും എടുക്കത്തില്ല, ഉറപ്പായിട്ടും നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള വീഡിയോസ് കാണാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഒപ്പം എന്താ പറയുക, നമ്മുടെ പ്ലേ ലിസ്റ്റുകൾ കാണുക. മേഘാലയയിലെയും അരുണാചലിലെയും ആസാമിൻ്റെയും കർണാടകയിലൊക്കെ ഉണ്ട്. ഒപ്പം നമ്മുടെ ചെറിയ ചെറിയ നുറുങ്ങ് കുക്കിങ്ങുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ മറക്കണ്ട. എല്ലാവർക്കും സ്നേഹം മാത്രം. ലവ് യു ഓൾ.